വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മൾ 2025 ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 11th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ഓഫ് എമോങ് ഓൾ റെക്ടാംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഗീവൻ സർക്കിൾ ദ സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു സർക്കിളില് ഇൻസ്ക്രൈബ് ചെയ്ത ഇല്ലേ, എമോങ് ഓൾ റെക്ടാംഗിൾസ്. അപ്പൊ ഒരു റെക്ടാംഗിൾസ് ഓൾ റെക്ടാംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോ അത് ഇതിന്റെ മാക്സിമം സ്ക്വയർ ആണ് അവിടെ പറയുന്നത്, അത് ശ്രദ്ധിക്കണം. സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ. ഓക്കെ, അപ്പോ വേറെ ഒരു കാര്യം ഇവിടെ തന്നിട്ടില്ല. സോ നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാന് നമ്മൾ അതിന്റെ ലെങ്തിന് എക്സ് എന്നെടുക്കും, ബ്രെഡ്ത്തിന് വൈ എന്നെടുക്കും. പിന്നെ നമുക്ക് ഇവിടെ അറിയാം അല്ലെ, ഇതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെന്റർ ആണ് സർക്കിളിന്റെ. സോ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോ ഇത് ടോട്ടൽ എന്തായി? ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ അങ്ങനെ ആവുമ്പോ ഇതിനെ ഇത് റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആയല്ലോ. അപ്പൊ പൈതഗോറസ് തിയറം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പോ ഇത് എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4r സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാം. y ഇസ് എക്സ് അല്ലെങ്കിൽ y ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ ഇവിടെ ഞാന് y ആണ് ഫൈൻഡ് ചെയ്യണത്. അപ്പൊ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ y സ്ക്വയർ 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ y എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട്. ഇനി ഇവിടെ നമുക്ക് ഏരിയയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ, എക്സ് ഇൻറ്റു വൈ. അതിൽ എക്സ് അവിടെ നമ്മൾ ഒന്നും ചെയ്യണില്ല, അവിടെ നിൽക്കട്ടെ. ഈ വൈന്റെ വാല്യൂ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോ 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എ ഇതാണ്. ഇനി നമുക്ക് എ സ്ക്വയർ റൂട്ട് നമുക്ക് ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ രണ്ട് സൈഡിലും എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 4r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പൊ സ്ക്വയർ റൂട്ട് എന്തായി? ഒഴിവായി കിട്ടി. സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ r സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി എ സ്ക്വയർ ആണ് നമുക്ക് ഈ കിട്ടിയ വാല്യൂ. ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യണം. പക്ഷേ ഈ എ സ്ക്വയർ അങ്ങനെ കൊടുക്കുന്നേക്കാൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു എ സ്ക്വയറിന് ലെറ്റ് എ സ്ക്വയറിന് ഞാനിപ്പോ ഇവിടെ എ സ്ക്വയർ ഈക്വൽ ടു സെഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ സെഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4x സ്ക്വയർ r സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 4 എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് അവിടെ വേണം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും വിത്ത് റെസ്പെക്ട് ടു dx. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു dx ആണ്, ശ്രദ്ധിക്കണം. 8x r സ്ക്വയർ മൈനസ് 4x ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ്? ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം അല്ലെ. അപ്പോ നമ്മൾ 8x r സ്ക്വയർ ഇനി ഫാക്ടറൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. 4x ക്യൂബ് കൊടുത്തു കഴിഞ്ഞാല് എക്സ് പോയി. അതേപോലെ തന്നെ 4 2 ടൈംസ് 2r സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടത് ഇവിടെ എക്സിന്റെ വാല്യൂ ആണ്. സോ 2r സ്ക്വയർ ഈക്വൽ ടു എക്സ്. അപ്പൊ ഇവിടെ റൂട്ട് വരും, ഇത് മൊത്തം റൂട്ടിലാവും. സോ റൂട്ട് 2 r സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ r ഈക്വൽ ടു എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് 2r എന്ന് കിട്ടി. ഓക്കെ, ഒന്നുകൂടി എഴുതാം. എക്സ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു r. ഇതാണ് എക്സിന്റെ വാല്യൂ. ഇനി ഇവിടെ നമ്മളോട് പറയുന്നത് മാക്സിമം അല്ലെ, സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ. ഇനിയിപ്പോ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നമുക്ക് കിട്ടി ക്രിട്ടിക്കൽ പോയിന്റ് അവിടെ എക്സ് കിട്ടുന്നുണ്ട്. ഇനി ഒരു ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും നമ്മൾ എടുത്തിട്ട് നോക്കാം. അത് മാക്സിമം കാണാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഡെറിവേറ്റീവ് കൂടി എടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് dx എന്താണ് കിട്ടിയതെന്ന് കൂടി എഴുതാം.
ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് ഇവിടെ ഒന്നും കൂടി എഴുതി വെക്കാം. dx by dt എന്താണ്? 8x r square 8x r² മൈനസ് 4x ക്യൂബ് 4x³ കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് 8x r² മൈനസ് 4x³ കിട്ടി. എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സൈഡിൽ എഴുതി വെക്കാം, √2 ഇൻറ്റു ആർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു ഡെറിവേറ്റീവ് കൂടി ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ 16x ഇല്ലല്ലോ, 8r² മൈനസ് 12x² എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ x² വാല്യൂ ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടി. എക്സിന്റെ വാല്യൂ ഇതാണ്. അപ്പൊ നമുക്ക് നമ്മൾ x² എന്നാണല്ലോ ഇത് കണ്ടെത്തിയത്. 2r² ആണല്ലോ അല്ലെ, നമുക്ക് x² വാല്യൂ കിട്ടി. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ കൊടുക്കുമ്പോ എന്ത് കിട്ടും? 8r² മൈനസ് 12x² വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2r² ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 8r² മൈനസ് 24r² എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 8r² 24r² പോയാൽ -16r² ആണ്, വിച്ച് ഈസ് ലെസ് ദൻ 0. അപ്പൊ അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാക്സിമം വാല്യൂ കാണാനാണ് അല്ലെ, മാക്സിമം ഏരിയ കാണാനാണ്. അപ്പൊ ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവില് നമുക്ക് കിട്ടില്ല, ബിക്കോസ് അവിടെ ലെസ് ദൻ 0 ആണ്, നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതന്നെ ചെയ്യാം. അപ്പൊ എക്സ് നമുക്ക് ഇവിടെ കിട്ടി. ഈ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു, x² പ്ലസ് y² ഈസ് ഈക്വൽ ടു 4r². അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത x² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y² വാല്യൂ കൂടിയും കിട്ടും. അപ്പൊ x² 2r² പ്ലസ് y² ഈക്വൽ ടു 4r². So y² is equal to 4r² minus 2r². y² equal to 2r². Therefore y is equal to √2r. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താണ്? √2r ആണ്. അതേപോലെ തന്നെ വൈന്റെ വാല്യൂ എന്താണ്? √2r ആണ്. അപ്പോ ഒരു സർക്കിളില് ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെ, ഒന്ന് നമ്മൾ എടുത്തത് എക്സ് ലെങ്ത് ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് എന്താണ്? വൈ ആയിട്ട് എടുത്തു. ഇവിടെ രണ്ടും സെയിം ആണ് കിട്ടുന്നത്. രണ്ടും സെയിം ആയതുകൊണ്ട് എന്താണ്? സ്ക്വയർ ഹാസ് മാക്സിമം ഏരിയ. അപ്പൊ സ്ക്വയറിന്റെ ആണ് നമുക്ക് അവിടെ സ്ക്വയർ ആണെന്ന് മനസ്സിലായി, ബിക്കോസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനുണ്ട്. പിന്നെ ഇതിവിടെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.